മാസ്റ്റർ ഷേക്സ്പിയർ, ചരിത്രത്തിലുടനീളം നിങ്ങളുടെ വാക്കുകൾ പ്രണയത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളതിനെ വ്യക്തമായി നിർവചിക്കുകയാണെങ്കിൽ യഥാർത്ഥ സ്നേഹമെന്താണ്? ന്യായം സർ. യഥാർത്ഥ പ്രണയം രണ്ട് ആത്മാക്കളുടെ വിവാഹമാണ്. ഒരു കൊടുങ്കാറ്റിനും അതില്ലാതാക്കാൻ കഴിയില്ല. അത് ക്ഷണികമായ ആഡംബരത്തിൽ നിന്നോ മാംസത്തിന്റെ തിളക്കമുള്ള സൗന്ദര്യത്തിൽ നിന്നോ ജനിക്കുന്നതല്ല. കാരണം ശരത്കാലത്തെ ഇലകൾ പോലെ അഴുകിപ്പോകുന്ന കാര്യങ്ങൾ. യഥാർത്ഥ സ്നേഹം നിലനിൽക്കുന്നു. അപ്പോൾ സ്നേഹം ഒരു വികാരത്തെക്കാൾ കൂടുതലാണോ? അത് പ്രതിബദ്ധതയാണോ? അതെ, സ്നേഹം സ്ഥിരമാണ്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് വളയുന്നില്ല, കാലത്തെപ്പോലെ മാറുന്നില്ല. മേഘങ്ങൾ അതിനു മുന്നിൽ കടന്നുപോയാലും രാത്രിയിൽ ഹൃദയങ്ങളെ നയിക്കുന്ന ഒരു സ്ഥിര നക്ഷത്രം പോലെ അത് പ്രകാശിക്കുന്നു. പിന്നെ സ്നേഹം സത്യമാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? സ്നേഹം സ്വന്തം നേട്ടം അന്വേഷിക്കാതെ കൊടുക്കുകയും ക്ഷമിക്കുകയും ദുഃഖം ഭാരമായി അമർത്തുമ്പോഴും നിലനിൽക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് സത്യത്തിൽ സ്നേഹമുണ്ട്. അത് ക്ഷമ ആവശ്യപ്പെടുന്നു, സത്യസന്ധത ആവശ്യപ്പെടുന്നു. വർഷങ്ങൾ കഴിയുന്തോറും തളരുന്നില്ല. ഇന്ന് പലരും സ്നേഹത്തിനായി തിടുക്കം കൂട്ടുന്നു, അത് നഷ്ടപ്പെടുത്തുന്നു, മറ്റൊന്നിനെ പിന്തുടരുന്നു. നിങ്ങൾ അവരോട് എന്തു പറയും? സ്വർണം വേട്ടയാടുന്നതുപോലെ പ്രണയത്തെ വേട്ടയാടുന്നവന് തിളങ്ങുന്ന പൊടി മാത്രമേ കണ്ടെത്താൻ കഴിയൂ. യഥാർത്ഥ സ്നേഹം പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്നൊരു സമ്മാനമല്ല. പരിചരണത്തിലും വിശ്വാസത്തിലും വിശ്വസ്തമായ പരിചരണത്തിലും മാത്രം പൂക്കുന്ന ഒരു പൂന്തോട്ടമാണിത്. അപ്പോൾ ഏറ്റവും ലളിതമായ രൂപത്തിൽ യഥാർത്ഥ സ്നേഹം എന്താണ്? It is a lifetime, where two hearts beat not as two but as one. There rests the treasure I have written of. Thank you, sir. Welcome